ISIലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടാണ് നമ്മുടെ കരിയർ വീഡിയോ സീരീസിലെ ഇന്നത്തെ വീഡിയോ. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സയൻസ് ഫീൽഡിലും മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഉപരിപഠനം റിസർച്ച് ഒക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാപനം കൂടെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതെല്ലാം, എവിടൊക്കെയാണ് ISIയുടെ സെന്റേഴ്സ് ഉള്ളത്, സെലക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ISIയുടെ ലോഗോയിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ മോട്ടോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. 1931 1931 17th ഡിസംബറിലാണ് ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് രൂപം കൊള്ളുന്നത്. 1931 സ്ഥാപിതമായിട്ടുള്ള ISI പിന്നീട് അങ്ങോട്ട് വിവിധ സെന്റേഴ്സിലേക്ക് വ്യാപിക്കുകയുണ്ടായി. കൽക്കട്ട, ബാംഗ്ലൂർ, ഡൽഹി, നോർത്ത് ഈസ്റ്റ് പ്രധാനപ്പെട്ട 4 സെന്റേഴ്സിലാണ് ISI ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെയുള്ള പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് അവിടുത്തെ കോഴ്സുകൾ എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് ഇത്രയും കോഴ്സുകളാണ് ഇത്രയും വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. 2025 പുതിയൊരു കോഴ്സ് കൂടെ ISI ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ പറയാം. 3 വർഷത്തെ 2 കോഴ്സുകളാണുള്ളത്. ഡ്യൂറേഷൻ 3 years ആയിട്ടുള്ള 2 കോഴ്സുകൾ. ഒന്ന് ബാച്ചിലർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബാച്ചിലേഴ്സ് കോഴ്സ്, അതായത് +2 കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രി പഠനം ISIയിൽ കൊൽക്കത്ത സെൻട്രൽ വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ബാംഗ്ലൂരു സെൻട്രൽ 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ഉണ്ട്. ഡൽഹി, കൊൽക്കത്ത 2 സെന്റേഴ്സിലും 2 വർഷത്തെ മാസ്റ്റേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതായത് ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാസ്റ്റേഴ്സ് കോഴ്സും, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെയുള്ള മാസ്റ്റേഴ്സ് കോഴ്സ് ഡൽഹി ആൻഡ് കൊൽക്കത്ത സെന്റേഴ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് കൊൽക്കത്ത ആൻഡ് ബാംഗ്ലൂർ 2 സെന്റേഴ്സിലായിട്ട് 2 വർഷത്തെ മാസ്റ്റേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് കോഴ്സ് ISI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊൽക്കത്ത ആൻഡ് ഡൽഹി സെന്റേഴ്സിലായിട്ട് 2 വർഷത്തെ മാസ്റ്റേഴ്സ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്. അപ്പൊ എക്കണോമിക്സ് ഒക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ISI എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ISIയിലെ മാസ്റ്റേഴ്സ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് കൊൽക്കത്ത, ഡൽഹി 2 സെന്റേഴ്സിലായിട്ട് 2 വർഷത്തെ കോഴ്സായിട്ട് നടക്കുന്നു. 2 വർഷത്തെ ബാംഗ്ലൂരു സെന്റേഴ്സിലുള്ള ഒരു കോഴ്സാണ് മാസ്റ്റേഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ബാച്ചിലേഴ്സ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കഴിഞ്ഞ കൂട്ടുകാർക്ക് മാസ്റ്റേഴ്സ് ഇൻ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ISIയിൽ അവൈലബിൾ ആണ്. ബാംഗ്ലൂരു സെന്റേഴ്സിലാണ് ഈ ISIയിലെ LIS എന്ന് പറയുന്ന കോഴ്സ് ഉള്ളത്. LIS ബാംഗ്ലൂരിലെ DRTC എന്ന് പറയുന്ന സെന്ററിലാണ് അവിടുത്തെ അക്കാഡമിക് പ്രോഗ്രാംസ് നടക്കുന്നത്. ആൻഡ് ബാംഗ്ലൂരു, ഹൈദരാബാദ് സെന്റേഴ്സിലുള്ള മാസ്റ്റേഴ്സ് ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുന്ന കോഴ്സ് 2 വർഷത്തെ നടക്കുന്നുണ്ട്. കൊൽക്കത്ത സെന്റേഴ്സിലുള്ള 2 വർഷത്തെ 3 പ്രോഗ്രാമുകളാണ്. ഒന്ന് MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ MTech ഇൻ ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സ്, ആൻഡ് QROR അതായത് ക്വാളിറ്റി, റിലയബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്ന ഇത്രയും കോഴ്സുകളാണ് ഇതുവരെ ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു വരുന്ന പ്രോഗ്രാംസ് എന്നുള്ളത്. 2025 അഡ്മിഷൻ ടെസ്റ്റിന്റെ തീയതി നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മെയ് 11 ISIയിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ തീയതി വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും പ്രോഗ്രാം ഞാൻ പറഞ്ഞത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സിന്റെ പ്രോഗ്രാംസ് ആണ്. ഇത് കൂടാതെ PhD പ്രോഗ്രാംസും ISIയിൽ അവൈലബിൾ ആണ്. അതിലേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ISIയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾ കാണാൻ പറ്റും. മെയ് 11 ISIയുടെ അഡ്മിഷൻ ടെസ്റ്റ് നടക്കുന്നത്. നിങ്ങൾ ആരും മറക്കരുത്. ഇപ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആൾറെഡി വന്നിട്ടുണ്ട്. ആൻഡ് 2025 പ്രധാനപ്പെട്ട ഒരു കോഴ്സ് കൂടെ ISIയിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നു. അതിലേക്കുള്ള എലിജിബിലിറ്റി കാര്യങ്ങൾ കാണാം. ബാച്ചിലേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് BSDS എന്ന് പറയുന്ന പ്രോഗ്രാമാണ് 2025 ISIയിൽ സ്റ്റാർട്ട് ആവുന്നത്. അതായത് 10+2 കഴിഞ്ഞിട്ടുള്ള കുട്ടികാർക്ക് 2024-25 +2 കഴിയുന്ന കൂട്ടുകാർക്കാണ് അതിൽ എലിജിബിലിറ്റി ഉള്ളത്. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് അതിന്റെ കോഴ്സ്. ഇത്രയും കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ഇത്രയും സബ്ജക്ട്സ് കവർ ചെയ്തിട്ടുള്ള ആളായിരിക്കണം +2ൽ. മിനിമം 75 അഗ്രിഗേറ്റ് മാർക്സ് ആണ് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട്. 2025 ആരംഭിക്കുന്ന BSDS കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ISI പുറത്തുവിട്ടുള്ളത്. അപ്പൊ അതിന്റെ അഡ്മിഷൻസ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, സെലക്ഷൻ പ്രോസസ് എന്നുള്ളത് നോക്കാം. JEE മെയിൻ 2024 അല്ലെങ്കിൽ 25 മാർക്കിന്റെ ബേസിലായിരിക്കും ഈ പറഞ്ഞ 2025 BSDS കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ CUET 2025 അല്ലെങ്കിൽ 2024 CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലെ മാത്തമാറ്റിക്സ് ആസ് വെൽ ആസ് ഇംഗ്ലീഷ് ഈ പറയുന്ന സബ്ജക്റ്റിലുള്ള കോമ്പിനേഷനിലുള്ള എക്സാമിനും അത് ബേസ് ചെയ്തും അവർക്ക് അഡ്മിഷൻ സെലക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ISIനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ISI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അത്രയധികം ആളുകൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥാപനമാണ്. ഒരു അണ്ടർ റേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ കുറേ അധികം കാര്യങ്ങൾ റിസർച്ചിനൊക്കെ പോകാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാം. നമ്മുടെ എക്സാംബിൾ ലേണിംഗിലെ വിവിധ കരിയർ ഓപ്ഷനുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസിൽ ഭാഗമാകാൻ, അതിനെക്കുറിച്ച് അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
കമന്റ് ബോക്സിലുള്ള കരിയർ അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. ബൈ.